ഹായ് ഫ്രണ്ട്സ്, സലാം ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് മധുരയിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തു. രാവിലെ തന്നെ നമ്മൾ തിരിക്കുകയാണ് ഇവിടുന്ന്. അപ്പം ഇപ്പോൾ ഏകദേശം സമയം 7:07 ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക. ഇന്നലെ രാത്രി റൂം താമസമൊക്കെ നല്ല സുഖമായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല റൂമൊക്കെ നമുക്ക് കിട്ടിയത്. അടിപൊളിയായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. നല്ല സൂപ്പറായിട്ട് ഉറങ്ങി അടിപൊളിയായിട്ട് രാവിലെ എഴുന്നേറ്റതാണ്. അടിപൊളിയായിരുന്നോ? ഓക്കെ, അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഉറങ്ങി അടിച്ച് കുടിച്ച് രാവിലെ നമ്മൾ ഫ്രഷായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇനി പോകുന്ന വഴിക്ക് നമുക്കൊരു ചായ കുടിക്കണം, പിന്നെ രാവിലെ കാപ്പി കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അതിനുവേണ്ടി എങ്ങനെയുള്ള കാശ്മീർ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ, പോകുന്ന വഴിക്ക് നിങ്ങളുടെ വീഡിയോ കാണിക്കാം. എന്താ നമ്മൾ ഇപ്പോൾ NH44-ലാണുള്ളത്. ജമ്മു കാശ്മീർ കന്യാകുമാരി ഹൈവേ ആണിത്. ഇതല്ലേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ? അതെ. നമുക്കിനി ഈ ഹൈവേയിൽ നിന്നും സർവീസ് റോഡ് വഴി താഴേക്കിറങ്ങി രാജപാളയം റൂട്ടിൽ കയറണം. ഇവിടുന്ന് നമ്മൾ രാജപാളയത്തോട് റൈറ്റ് തിരിയണം. നമ്മൾ ഹൈവേ സർവീസ് റോഡ് വഴി താഴെ ഇറങ്ങി റൈറ്റ് പോകുന്ന രാജപാളയം റോഡാണ്. ഈ മുകളിൽ കാണുന്നതാണ് നമ്മൾ വന്ന ഹൈവേ. ഹൈവേ ഇറങ്ങി കഴിഞ്ഞാൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നല്ല രണ്ട് ചായക്കടയുണ്ട്. ഇതിവിടെ വഴിയായി കണ്ട കൊന്നമരമാണ്. ഈ ഭാഗങ്ങൾ ഒരുപാട് കൊന്നമരങ്ങൾ ഞങ്ങൾ കണ്ടു. ഈ മരങ്ങളെല്ലാം തന്നെ കൊന്നപ്പൂ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ മരവും അതിലെ പൂക്കളും നേരിൽ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഈ ഓട്ടോ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിൻ്റെ പിന്നിലായി 3 പേർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ഓട്ടോകളെല്ലാം ഇങ്ങനെയാണ്. ഇതിനുള്ളിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒമ്നിവാനിൽ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ മുഖാമുഖം സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ 6 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. പിന്നെ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവർ കൂടാതെ ഒരാൾ എക്സ്ട്രാ കാണും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും അനുവദനീയമല്ല. ഹോട്ടലിന് മുമ്പിൽ ക്യാമറ ഉണ്ടായിരുന്നു. അവിടെ ടോളൊക്കെ ഉള്ളത് ആ ടൗൺ ആയതുകൊണ്ട് മാത്രമാണ്. അത് ടൗൺ കഴിഞ്ഞാലും അങ്ങനെ ക്യാമറകൾ കാണാൻ ചാൻസ് കുറവാണ്. ഈ റൂട്ടിലൊന്നും ക്യാമറ ഇല്ല. ഇവിടെ ഈ റൂട്ടിൽ പോകുന്നത് രാജപാളയത്തോ ഒന്നും ക്യാമറകളൊന്നും തോന്നില്ല. കാരണം ടൗണിൽ പോലും ആൾക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ലൂണായിക്കകത്തും ബൈക്കിനകത്തും ഒക്കെ 3-4 പേരൊക്കെ ഇരുന്നാണ് യാത്ര ചെയ്യുന്നത്. അതിനകത്തെല്ലാം ബാക്കിലെല്ലാം ആൾ കയറും. മറ്റേ ലോറികളിലെല്ലാം ബാക്കിൽ ആൾ കയറും. പിക്കപ്പിലെല്ലാം ബാക്കിൽ പാസഞ്ചറെ കയറ്റിക്കൊണ്ട് പോകും. നമ്മളിവിടെ പാസഞ്ചർ പിക്കപ്പിലൊന്നും അലോഡല്ല, ലോറിയിലൊന്നും അലോഡല്ല. അതുകൊണ്ട് പാസഞ്ചർ വെഹിക്കിൾ മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. കേരളത്തിൽ ആരും തന്നെ അങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല. അവിടുത്തെ നിയമം വളരെ സ്ട്രിക്റ്റുമാണ്. പലയിടത്തും ക്യാമറ വരുന്നതിന് മുമ്പ് തന്നെ എല്ലായിടത്തും പോലീസിൻ്റെ കറക്റ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ക്യാമറകളുണ്ട്. ഇപ്പം പിന്നെ ഒരു തരത്തിലും നിയമവിരുദ്ധമായ
ആരും ചെയ്യാൻ നിൽക്കത്തില്ല. കാരണം എല്ലാവർക്കും ഫൈൻ വീഴും അങ്ങനെയൊക്കെയുള്ള പേടി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ അവിടെ ഫുള്ള് പിന്നെ ക്യാമറയും പിന്നെ അതുകൊണ്ട് തന്നെ പോലീസ് പെട്രോളിംഗ് പോലുള്ള എല്ലാം ചെക്കിങ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ക്യാമറ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. നമ്മളവിടെ കേരളത്തിലെ എല്ലായിടത്തും ക്യാമറകൾ സജീവമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏരിയ കൂടുതലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നില്ലേ? അത് ശരിക്കും ടൗണിൽ പോലും ക്യാമറകളില്ല. പിന്നെ ടൗണിൽ പോലും ഇതുപോലെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഹെൽമെറ്റുകൾ ഇല്ലാതെ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലയിടത്ത് ഇന്നലെ നമ്മൾ വന്ന വഴിക്ക് ഒന്നിടത്ത് ചെക്കിങ് ഉണ്ടായിരുന്നു. ചിലയിടത്ത് ചെക്കിങ് ഉണ്ട്. അവിടെ കൈ കാണിച്ച് നിർത്തുകയും ഫൈൻ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. യാത്രയിലെ ഈ കാഴ്ചകളെല്ലാം തന്നെ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇത് വഴിയരിയിൽ കണ്ടൊരു ദേവി ക്ഷേത്രമാണ്. ഞങ്ങളങ്ങനെ ഈ പമ്പിൽ കയറി വണ്ടിക്ക് ഡീസലും അടിച്ച് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. ഇവിടെ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമെന്ന് കരുതി. ഞങ്ങൾ ഇവിടെ നിന്നും മസാല ദോശയും ഭൂരിയും ഒക്കെയാണ് കഴിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഏകദേശം ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു 150 രൂപയ്ക്ക് അകത്തൊക്കെ കാപ്പി കുടിക്കാൻ പറ്റും. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടലുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ വെജിറ്റേറിയൻ ഹോട്ടലായതുകൊണ്ട് തന്നെ ഒരു മസാല ദോശയ്ക്ക് ഇവിടെ 110 രൂപയാണ്, ഭൂരി സെറ്റിന് 75 രൂപയാണ്, ഒരു ചായയ്ക്ക് 30 രൂപയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഹോട്ടലുകളിൽ കയറിയാൽ തന്നെ ചായയ്ക്ക് 10 രൂപയ്ക്ക് അങ്ങനെ ആകത്തുള്ളൂ. ഇഷ്ടംപോലെ സജീവമായ അങ്ങനെയുള്ള ഹോട്ടലുകളുണ്ട്. ഇവിടേക്കെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഹോട്ടലുകളെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ടൗണുകളിലോട്ട് ചെന്നാൽ നമുക്ക് പക്ഷേ വണ്ടി ഒതുക്കാനും ഒന്നും സൗകര്യങ്ങളൊന്നും കിട്ടത്തില്ല. വണ്ടിയൊക്കെ ഒതുക്കി കഴിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. ഇവിടുത്തെ ഞങ്ങളിപ്പോൾ കാപ്പി കുടിച്ചിറങ്ങുമ്പോൾ 475 നമുക്ക് ബില്ലായിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ സർക്കാർ ബസ്സാണ്. ഈ പിങ്ക് കളറുള്ള ബസ്സുകളിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്. പിങ്ക് കളറുള്ള ബസ്സിൽ മാത്രമേ യാത്ര സൗജന്യം ലഭിക്കുകയുള്ളൂ. മറ്റ് കളർ കോഡുള്ള ബസ്സുകളിൽ യാത്ര സൗജന്യമല്ല, അവിടെ ടിക്കറ്റ് എടുക്കണം. വണ്ടി ഓടിക്കാൻ
ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടതാണ്. കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ഞങ്ങൾ അവിടെ നിർത്തി ക്രിക്കറ്റ് കളിയൊക്കെ കുറച്ച് നേരം കണ്ടു. ഇവർക്ക് ഈ വെയിലും ചൂടും ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് തോന്നുന്നു. നമ്മൾ അങ്ങനെ പുളിയറ എസ് വളവിലെത്തിയിരിക്കുകയാണ്. ഇനി എസ് വളവ് കയറി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലോട്ട് കയറുകയാണ്. ഇനി ഒരു അല്പനേരത്തേക്ക് നല്ല കയറ്റവും വളവും ഒക്കെയാണ്. ഡ്രൈവിംഗ് ഒരു നല്ല രസമാണ് ഇങ്ങനെയുള്ള റോഡുകളിൽ. ഈ വലതുവശത്ത് കാണുന്നതാണ് ആര്യങ്കാവുള്ള കേരള RTO ചെക്ക് പോസ്റ്റ്. ഇതാണ് പാലരുവി വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ സമയം 2:30ആയി. ഞങ്ങൾക്കെല്ലാം നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്കുണ്ണാനായി ഞങ്ങളൊരു ഹോട്ടലിലെത്തി. സമയം ഇത്രയും താമസിച്ചതിനാൽ സ്പെഷ്യലൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും നല്ലൊരു നാടൻ ഊണ് കഴിക്കാൻ പറ്റി. ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് ഊണും കഴിച്ച് വീണ്ടും യാത്ര തിരിച്ചു. ഇതാണ് കൊല്ലം ജില്ലയിലുള്ള തെന്മലയ്ക്ക് സമീപമുള്ള കൈതതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന 13 കണ്ണറ പാലം. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് റെയിൽവേ പാത ഇതിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.